രാമ 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 രാമ. ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ശ്രീധരാ തവ പാദാംബുജം മമ ബാധ കൂടാതെ സേവിച്ചു കൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ. രാമ രാഘവ പാഹി മാം പാഹി മാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ
സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം സമ്പൂർണ്ണ രാമായണം. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 28ാം സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അധ്യാത്മരാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ കുംഭകർണന് ശേഷം രാവണനെ ഉപദേശിക്കുന്നതിന് വേണ്ടി, അതായത് ജ്യേഷ്ഠനായ രാവണനെ ഉപദേശിക്കുന്നതിന് വേണ്ടി സഹോദരനായ വിഭീഷണൻ എത്തിച്ചേരുകയും അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ഉപദേശങ്ങൾ മാത്രമല്ല, ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. സാധാരണഗതിയിൽ ജ്യേഷ്ഠനെ, അതും രാവണനെ പോലുള്ള ഒരു ജ്യേഷ്ഠനെ ഉപദേശിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്, ബോധ്യമുണ്ട്. എങ്കിലും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതുമോർക്ക നീ. അതുകൊണ്ട് സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങരുത്. കൊണ്ടൽ നേർവർണ്ണന് ജാനകീദേവിയെ കൊണ്ടേ കൊടുത്ത് സുഖിച്ചു വാഴുക. ഇപ്പോഴവസാനം നല്ലൊരു ഉപായമായിട്ടുള്ളത്, ഇതുവരെ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിക്ക് സീതയെ നേരിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, കാൽക്കൽ വീണ് സമസ്താപരാധം പറയുക എന്ന് പറഞ്ഞപ്പോഴ് ശരിക്കും ശത്രുക്കളല്ല, യഥാർത്ഥ ശത്രുക്കള് മിത്രഭാവത്തോടുകൂടി ഒപ്പം തന്നെ കൂടിയിരിക്കുന്ന ബന്ധുക്കളാണ് യഥാർത്ഥ ശത്രുക്കൾ എന്ന് നാം തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് താൻ വധ്യനാണ്, അതായത് വധിക്കാൻ യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പരമഭക്തനാണ്. ഭഗവാന്റെ പരമഭക്തന്മാരെയാണ് ഭാഗവതോത്തമർ എന്ന് പറയുക. അങ്ങനെയുള്ള ഭാഗവതോത്തമനായ വിഭീഷണൻ ഏതായാലും കലഹത്തിനില്ല. മൃത്യുവശഗതനായ മനുഷ്യന് സിദ്ധൌഷധങ്ങളൊന്നും ഏൽക്കില്ല. വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് അതിന്റെ സമ്പ്രദായം. ഇനി എനിക്ക് മറ്റാരും ശരണമില്ല. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല. കേവലം ചെറ്റുതൃക്കാൽക്കൽ വീണ് അന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. ഏതായാലും ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ച ആ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എത്തുന്നു. ആകാശമാർഗത്തിലൂടെ എത്തിച്ചേരുന്നു. അങ്ങനെ ആകാശമാർഗത്തിൽ വന്നു നിന്ന് സ്തുതിക്കുകയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയെ
മുകളിൽ നിന്ന് കൊണ്ട് സ്തുതിക്കുന്ന രംഗം. അതിശ്രേഷ്ഠമായ ഭക്തി വിനയത്തോടുകൂടിയ സ്തോത്രങ്ങളാണ് വിഭീഷണനിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവിടെ വെച്ച് സംഗതികളൊക്കെ പറഞ്ഞു. അതായത് വാളുമായിട്ട് വധിപ്പാനായിട്ട് ഞാൻ സാരോപദേശങ്ങൾ നൽകി സീതാദേവിയെ ശ്രീരാമന് കൊണ്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആക്രോശിച്ചുകൊണ്ട് വധിപ്പാനായിട്ട് വാളുമായിട്ട് എൻ്റെ പിന്നാലെ ചെന്നു. 4 മന്ത്രിമാരുമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടുത്തെ ചരണാംബുജൻ ഞാൻ ആശ്രയിക്കുന്നു. ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ദാശരഥിയായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശമാർഗത്തിൽ വന്നു നിന്ന് സ്തുതിച്ച വിഭീഷണനെ വിശ്വസിക്കാൻ എന്തുകൊണ്ടും പ്രയാസമാണ്. അത് തീർച്ചയാണ്. കാരണം ശത്രുവിന്റെ സഹോദരനാണ്. നിശാചരന്മാര്, രാക്ഷസന്മാരാണ്, മായാപ്രയോഗങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഒരു സന്യാസി വേഷത്തിൽ വന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി സുഗ്രീവൻ പറഞ്ഞു, ഇത് രാക്ഷസന്മാരാണ്, മായാവികളാണ്, വിശ്വാസയോഗ്യമല്ല കേട്ടോ ഈ വാക്കുകള് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇത് വിശ്വാസയോഗ്യമല്ല ഇവരുടെ വാക്കുകള്. വിശ്വേശരാക്ഷസൻ മായാവിയത്രയും വിശ്വാസ യോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ. അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. സുഗ്രീവന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ആയുധപാണികളായിട്ട് മായാവികളായിട്ട് രാക്ഷസന്മാരും ഒപ്പം വന്നിരിക്കുന്നു, ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഹനുമാൻ സ്വാമി പറഞ്ഞു, അല്ല, പേടിക്കാനില്ല. രാവണൻ തന്നെ സോദരനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. തപസേവാർത്ഥമായി അങ്ങയുടെ പാദത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് വന്നവനാണ് ദയാനിധേ എന്ന് പറഞ്ഞു ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴ് ഭഗവാന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് സത്യം ബോധ്യായി. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുവെന്നു വന്നിടാമോ. രാക്ഷസന്മാരായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ശത്രുക്കളായിട്ട് വരണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്. നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. സത്യം ബോധ്യപ്പെടാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു. മാത്രമല്ല, ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. അതായത് ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് രാജാക്കന്മാർക്ക് പറഞ്ഞ ധർമ്മമാണ്. മാത്രമല്ല, എല്ലാ രാക്ഷസന്മാരും രാക്ഷസ കുലത്തിങ്കിൽ പിറന്നത് കൊണ്ട് മുഴുവനും ആ സ്വഭാവക്കാര് ആവണമെന്നില്ല. അല്ലെങ്കിൽ ജാതി, അല്ലെങ്കിൽ ഒരാളുടെ ജാതിയോ അവരുടെ പേരോ അല്ല അവരുടെ സ്വഭാവം നിർണയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനായതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ ഹനുമാൻ സ്വാമി പറഞ്ഞതോടുകൂടി ബോധ്യം വന്നു. അങ്ങനെയാണ് ഇവിടെ വെച്ച് ശ്രീരാമൻ കപി പ്രമുഖന്മാരോട് പറയാണ്, വിഭീഷണനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. ഹനുമാൻ ഒഴിച്ചു മറ്റുള്ളവർ ദുഷ്ടരാക്ഷസന്മാരാണ്, ചാരന്മാരാണ് എന്നൊക്കെ മുദ്ര കുത്തിയെങ്കിലും
രാമൻ എല്ലാവരും കേൾക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം, എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ, നൂനമെന്നുമറിക നീ എന്ന് പറഞ്ഞതോടുകൂടി വിഭീഷണൻ ഇതാ താഴേക്ക് വരുന്നു, രാമപാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. വീണ്ടും അതിശ്രേഷ്ഠമായ സ്തോത്രങ്ങൾ കൊണ്ട് ശ്രീരാമനെ സ്തുതിക്കുന്ന അതിമനോഹരമായ വിഭീഷണന്റെ സ്തുതി കേൾക്കേണ്ടതാണ്, നഷ്ടപ്പെടുത്തേണ്ടതല്ല. രാമായണം വായിച്ചവർക്ക് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാനും താലോലിക്കാനുമുള്ളതാണ് വിഭീഷണന്റെ സ്തുതികൾ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ. ഭക്തി പരവേശനായിട്ട് അനേകം വാക്കുകളെ കൊണ്ട് വിഭീഷണൻ സ്തുതിച്ചു. ഭഗവത് പാദത്തിൽ ഭക്തി ഉണ്ടാകണമെന്ന് വിഭീഷണൻ പ്രാർത്ഥിച്ചു. ലങ്കാധിപനായി ഭഗവാൻ വിഭീഷണനെ ഇതാ അഭിഷേകം ചെയ്യുന്നു. പിന്നീട് ശുകദൂത് തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളാണ് വർണ്ണിക്കുന്നത്. നമുക്ക് വിഭീഷണന്റെ ശ്രേഷ്ഠമായ സ്തുതികള് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ 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 രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായ മൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽ ഭക്തസേവകൻ. ദേവിയെ കട്ടതനുജിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചിതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേൻ. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്ഥായ
സുഗ്രീവനും പറഞ്ഞിടിനാൻ, വിശ്വേശരാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണൻ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ, ആയുധപാണിയായി വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നത് ഓർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിലെന്തെന്നഭിമതം എന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായിവാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ, ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നിന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ? നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. മാരുതി ചൊന്നതുപന്നമെത്രയും വീരപ്രഭ വിഭാകരപുത്ര വരികെടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും. ജാംബവാദാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവേശോ രക്ഷോച്ചു നശ്വചൻ സ്വപചാനപി. ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകൾ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത്. ഒടുവിൽ പറഞ്ഞു, സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ. നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദള ശ്യാമള കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാപരം ശാകാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കപികുല സേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ
ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമഃ. ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിതഹൃൽപുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണം. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവുമാതിയില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വച്ച് അതിസ്ഥൂലവും ഭവാൻ. നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാത്ത മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ. സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ. ദർവീകരേന്ദ്രശയന ദയാനിധേ ആധിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ
നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമൻ സൽഭാവയുക്തൻ സനാതനൻ സർവഗൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിക ത്വൽപാദ ഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യ സൗധം കരേറുവാൻ ജ്ഞാനയോഗാഖ്യ സൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ സീതാപദേ രാമകാരുണികോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനം എന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തനെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവം അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടുകിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ട് ഉണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃത കാമനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രദിശതു പരമാനന്ദ
സന്തോഹലക്ഷ്മീം ശിവപ്രദം സുഖപ്രദം ഭവച്ഛിദം ഭ്രമാവഹം വിരാജമാനദേശികം ഭജേഹരാമമദ്വയം ഗുണാകരം കൃപാകരം ഭജേഹരാമമദ്വയം മഹാവിഭാഗ്യബോധകൈ വിരാജമാന വാഗ്പദൈ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.